welcome back to my YouTube channel. നമ്മളാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോളാർ മോട്ടർ അതിൻ്റെ ഫാനും ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഗൈസ്. ആദ്യം നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഒരു വലിയൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ്, പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു നമ്മുടെ സോളാർ മോട്ടർ ആയതുകൊണ്ട് നമ്മളൊരു സോളാർ പാനൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു വീല്, എന്തുകൊണ്ട് ഇത് ഏത് കാറിൻ്റെ വീല് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടറാണ്. ഫാൻ നമുക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഫാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു സ്ട്രിപ്പായിട്ട് അവിടെ ഫാനിൻ്റെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പ് ആണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു കാർബോണിൻ്റെ ഷീറ്റ്, അതേപോലെ തന്നെ ഇതും അങ്ങനെ അതേപോലത്തെ രണ്ട് ഷേപ്പിലുള്ള വേണം ഇത്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഫെവിക്കോളിൻ്റെ ഗം എടുത്തിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡിൽ ഇതൊരു ലൈൻ ആക്കണം. വീണ്ടും പക്ഷേ അടിച്ചെടുത്ത് വെക്കുമ്പോൾ ഒട്ടിക്കാണ്. ഇതും അങ്ങനെ ചെയ്യണം. വെച്ചോ ഒട്ടിച്ച് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ മറിച്ച് വെച്ചിട്ട് നമ്മൾ തിരിച്ച് വെക്കുകയാണ് ഇത്. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ എടുത്തിട്ട് അതിൻ്റെ ഷാഫ്റ്റിൽ ഈ ഷാഫ്റ്റിൽ നമ്മൾ അതിൻ്റെ വീല് ഇങ്ങനെ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റൗണ്ട് സാധനമില്ലേ, അതിലാണെങ്കിൽ ഒരു വീലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. നമ്മൾ പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം ഇത് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഈ ലീഫിൽ നമ്മൾ പശ ഒട്ടിച്ചിട്ട് ഒട്ടിക്കണം. ഇത് ഒട്ടിച്ചിട്ട് കുറച്ച് സമയം ഒട്ടിക്കണം. എന്നിട്ട് നമ്മൾ ഇത് ബാക്കിൽ നമ്മൾ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ലീഫിലും കൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഫാനിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഒട്ടിക്കണം. ഈ ഫാനിൻ്റെ ലീഫ് നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിരിക്കാം. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ നമ്മുടെ ഈ രണ്ട് സാധനം നമ്മൾ ഒട്ടിച്ച് എന്തിനെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ നേരത്തെ ഒരു ഫാന് മോട്ടർ ഇട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ചെയ്തില്ലേ, ആ സാധനം ഇവിടെ ഇങ്ങനെ വെക്കാനാണ്. അത് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഹോൾ ഇടണം. ഇത് വെച്ചത് നമ്മുടെ ഇവിടെ ഹോൾ ഇടുമ്പം നമ്മുടെ തറയിലും കൂടെ ഇങ്ങനെ സ്ക്രാച്ച് വരാതിരിക്കാനാണ് നമ്മൾ ഈ രണ്ട് സാധനം ഇങ്ങനെ വെച്ചിട്ട് ഹൈറ്റ് ആക്കിയത്. ഹൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അതാകുമ്പം ചെറിയ ഹൈറ്റിന് തൊട്ട് നടുക്ക് തന്നെ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ഒരു ഹോള് നമ്മൾ ഇടണം, ഒട്ടിച്ച് കൊടുക്കണം. നമ്മുടെ സോളാർ പാൻ്റെ നേരിട്ട് കണക്ട് ചെയ്യണം. നേരിട്ട് കണക്ട് ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മോട്ടറിൽ വേറെ രണ്ട് വയറ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോളാർ പാനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ മോട്ടർ ഇതിലിട്ട് വെച്ചിട്ട് നമ്മൾ
ജോയിൻ ചെയ്ത് കൊടുക്കണം. മോട്ടറിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മളെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് സൈഡ് ജോയിൻ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമ്മുടെ മോട്ടറിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മളെ സോളാർ പാനലിൽ നിന്ന് വേണ്ട നെഗറ്റീവ് സൈഡിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളെ ഫാന് എടുത്തിട്ട് നമ്മളെ നേരത്തെ കാർബോർഡിന് ഇവിടെ നടുക്കൊരു ഹോൾ ഇട്ടില്ലേ, ആ ഹോളിലേക്ക് നമ്മുടെ മോട്ടർ ഇറക്കി കൊടുക്കണം. ചെറുതായിട്ടൊരു പാളിപ്പോയി. എന്തെന്ന് വെച്ചാൽ മോട്ടർ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ അടിയിൽ ഇങ്ങനെ കട്ടി വെച്ചിട്ട് നമ്മൾ ഹോളിൻ്റെ വലിപ്പം കുറയ്ക്കണം. പിന്നെ പണി പാളിപ്പോയത് നമ്മുടെ ഫാനിൽ വെച്ചിരുന്ന ലീഫില്ലേ, ആ ലീഫ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മുകളിൽ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. അത് നമുക്ക് ചെയ്യണം. ആ പീസ് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 പീസ് കട്ട് ചെയ്തിട്ട് ആ 2 പീസ് നമ്മൾ ഇങ്ങനെ കാർബോർഡ് ഇങ്ങനെ നമ്മൾ മടക്കി വയ്ക്കണം. 2 കാർബോർഡിൽ മടക്കണം. നമ്മുടെ ഫാനിനെടുത്ത് മാറ്റണം. ഈ പ്ലാറ്റ്ഫോമിൽ ചെറിയൊരു പണി വന്നിരിക്കുന്നതാണ്. ഇതിനെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോം തിരിച്ച് വെച്ചിട്ട് ഈ 2 കാർബോർഡിൻ്റെ പ്രശ്നമാണത്. ഈ 2 കാർബോർഡിൻ്റെ പ്രശ്നമാണ്. നേരത്തെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ കാർബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ കാർബോർഡിൽ നമ്മൾ വളം കെട്ടിങ്ങനെ കാർബോർഡിൽ നമ്മൾ പശ തേച്ച് ഒട്ടിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ കണക്കില്ലേ കാണിച്ചു വിടാം. നമ്മൾ ഇങ്ങനെ കണക്കിയ പോഷൻ ഈ സൈഡ് നമ്മൾ പശ നമ്മൾ ഫെവിക്കോള് ഒട്ടിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കണം. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സൈഡോട്ട് ടേപ്പിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിയിൽ നമുക്ക് ഇത് മറിച്ച് വെച്ച് വെക്കാം. ഇപ്പം നമ്മുടെ കുറച്ചും കൂടെ നമ്മുടെ ഹൈറ്റ് കൂടി ഫാനിലും കുറച്ച് ചെറിയ പണി ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ കാർബോർഡിൽ ഒരു റൗണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ പീസ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരെ വെച്ചിട്ട് ഒപ്പിച്ച് കൊടുക്കണം. എന്താ മോട്ടർ വെച്ചിട്ട് വേണം ഈ ലീഫ് നമ്മൾ ഉണ്ടാക്കിയത് വെക്കാൻ ഗൈസ്. അതിന് മുമ്പ് തന്നെ സോളാർ പാനലിൽ വയർ വിട്ടുപോയി. ഇതൊന്നും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വയ്ക്കാം. നമ്മുടെ മോട്ടർ ഇതിൽ കംപ്ലീറ്റ് കട്ടിയാക്കി കൊടുക്കാം. നമ്മൾ എടുത്തിട്ട് ഫാനിനെ എടുത്തിട്ട് ഇവിടെ നേരത്തെ പക്ഷേ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചെയ്തു നമ്മൾ ഒട്ടിച്ചിട്ട് നമ്മളെ സോളാർ പാനൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെച്ചിരിക്കുന്ന ഈ പോഷൻ ഇതൊക്കെ എടുത്ത് മാറ്റാം. ഈ വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിൽ നമ്മുടെ സോളാർ പാനൽ വെച്ച് നമ്മൾ ഒട്ടിച്ച് ഇതുകൂടെ ഒട്ടിട്ട് നമ്മളെ ഫുൾ പണി തീർന്നു. ചെറുതായിട്ടും പാളിപ്പോയി. ഇപ്പം നമ്മുടെ ഇതേപോലെ നമ്മൾ ലീഫ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. ലീഫ് വെച്ചിട്ട് ഇനി നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മളെ പിന്നെ വയർ വെച്ചോളെ ഇത് കമ്പ് വെച്ച് വയർ ഇങ്ങനെ ഒട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്ക് സക്സസ് ആവില്ലേ നോക്കാം ഗായ്സ്. നമ്മുടെ മോട്ടർ കറക്കാൻ വെച്ചത് നമ്മളെ സക്സസ് ആയേക്കുമാണ് ഗായ്സ്.